മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ആൾക്കാരെ കാണിക്കാമെന്ന് പ്രോമിസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കാണിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഫർണിഷിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞു, പെയിൻറ്റിങ് ഒക്കെ എല്ലാം. അപ്പോൾ പെയിൻറ്റ് വാങ്ങിച്ചൊരു എക്സ്പീരിയൻസും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളും ഞാനൊരു 4 മാസമോ 5 മാസമോ നല്ല മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. ഞാൻ കേരള പെയിൻറ്റ്സിൽ പോയിട്ട് അവരുടെ ഔട്ട്ലെറ്റിൽ വെച്ച് നമ്മുടെ പ്രിയ സുഹൃത്ത് ലിജോയുമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ലിജോ എനിക്ക് 1-2 അഡ്വൈസുകൾ നൽകിയതും ആ അഡ്വൈസൊക്കെയാണ് ഞാനിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ആ ഒരു കാര്യങ്ങൾ എന്താണ് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിച്ചേക്കുന്നത്, റൂംസിലൊക്കെ ഉപയോഗിച്ചേക്കുന്നത് കേരള പെയിൻറ്റ്സിൻ്റെ ആണ് ഉപയോഗിച്ചേക്കുന്നത്. ആ പെയിൻറ്റ് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നൊരു സംരംഭമാണോ കേരള പെയിൻറ്റ്സ്. അത് നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമേ. നമ്മളിപ്പോൾ നോർമലി ഈ വീടുകളിൽ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, പെയിൻറ്റർ വരുന്നു, സ്ക്വയർ ഫീറ്റ് പറയുന്നു, ഭിത്തി ഒരു സ്ക്വയർ ഫീറ്റ്, അങ്ങനെ മൊത്തം സ്ക്വയർ ഫീറ്റ് ഇത്ര സ്ക്വയർ ഫീറ്റ് പെയിൻറ്റ് വാങ്ങിക്കാമെന്ന്. പക്ഷേ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ സീലിങ്ങിനൊരു ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ഭിത്തിയിലും ഒരു ഏരിയ ഉണ്ട്. അന്ന് ലിജോ എനിക്ക് അഡ്വൈസ് ചെയ്ത് ആക്ച്വലി ബാധക നിങ്ങളെല്ലാം എടുത്ത് വെറുതെ പൈസ കളയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണം നമ്മൾ സീലിംഗ് വൈറ്റ് എന്നൊരു പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ എന്താ സംഭവിക്കുക, ഇപ്പോൾ സീലിങ്ങിൽ നമ്മൾ എപ്പോഴും കൈ തൊടുന്ന കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഭിത്തിയിലേക്ക് വരുമ്പോഴേ നമ്മുടെ കൈ ടച്ച് കാര്യങ്ങൾ വരുന്നു. അപ്പം മേളിലെടുക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കില്ല നമ്മൾ ഭിത്തിയിലേക്ക് വരുമ്പോഴും. അപ്പോൾ അതിന് വ്യത്യാസമായി അവിടെ തന്നെ നമുക്ക് പ്രൈസ് ലാഭിക്കാനായിട്ട് പറ്റും. നോർമലി സാധാരണ എന്താ പറയുക, ഇപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ നോക്കുന്നു ഒന്ന് പയ്യൊന്ന് മേളിലേക്ക് കയറാം. എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ കേരള പെയിൻറ്റ്സ് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഈ ഒരു മൊത്തം ഇത് പെയിൻറ്റ് ചെയ്യുമ്പോൾ lakhs of rupees പെയിൻ്റ് ആവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെയിൻറ്റിനല്ല പൈസ, ലേബറിനാണ് കേട്ടോ. അത് നമ്മൾ ആൾക്കാർ മനസ്സിലാക്കുക. പെയിൻറ്റ് ചിലപ്പോൾ എല്ലാം കൂടെ മാക്സിമം പോയി 1-2 ലക്ഷം രൂപ കാര്യം തരും, ലേബർ അതിന് ഇരട്ടിയാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ലിജോ എനിക്ക് അഡ്വൈസ് ചെയ്ത് പറയുക, നിങ്ങൾ ടോപ്പിലേക്ക് നിങ്ങളുടെ പർപ്പസ് എന്താണ്, ആ സാധനത്തിന് പറ്റിയ ബഡ്ജറ്റ് സാധനം എടുത്താൽ മതി. നിങ്ങളുടെ കൈ തൊടുന്ന സ്ഥലങ്ങളിലെല്ലാം അതുമായിട്ട് ടച്ച് ചെയ്താൽ വാഷ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പെയിൻറ്റ് എടുത്താൽ മതി എനിക്ക് അഡ്വൈസ് ചെയ്തു. അങ്ങനെ കുറച്ച് എമൗണ്ട് എനിക്ക് ലാഭിക്കാനായിട്ട് പറ്റിയിട്ടു. പിന്നെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി നമ്മൾ വീട് പണി കഴിയുമ്പോൾ തന്നെ വീട്ടിലൊരു എന്താ പറയുക, ഒരു വൈറ്റ് സിമെൻറ്റ് അടിക്കുന്നൊരു പ്രോസസ് ഉണ്ട്. പക്ഷെ അതിലൊരു ഇപ്പോഴും ഒരു ഡിബേറ്റ് നടക്കണമെന്ന് വെച്ചാൽ ചില എക്സ്പേർട്ടുകൾ പറയണത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. കാരണം വൈറ്റ് സിമെൻറ്റിനല്ല പ്രൈസ് വരുന്നത്, ആ ലേബറിനാണ്. അപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നോർമലി വൈറ്റ് സിമെൻറ്റ് മാറ്റി ആ തേച്ച സ്ഥലത്ത് പൊട്ടിയിട്ട് പെയിൻറ്റ് ചെയ്താൽ തന്നെ പെർഫെക്റ്റ് ആവും, അത് യാതൊരു സംശയമില്ല കേട്ടോ. ഈ നോർമലി ഞങ്ങൾ വീട് വെച്ച സമയത്ത് നമ്മുടെ ആർക്കിടെക്റ്റിനോട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, സാറേ നമുക്കെല്ലാം ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കോൺസെപ്റ്റിൽ മതി എന്നുള്ളൊരു ആഗ്രഹം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിവിടെയും 1-2 ഷെയ്ഡ്സ് മാത്രമാണ് അവിടെ ഉപയോഗിച്ചത്. ബാക്കിയെല്ലാം അങ്ങനത്തെ വലിയൊരു വലിച്ചു വാരി കളറൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള യാത്ര. കാരണം അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഫീൽഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വലിയ ഹാർഡ് കളേഴ്സ് വന്നാൽ എനിക്കത് ബോറടിക്കും. ഇതെല്ലാം ഓരോരുത്തരുടെയും ചോയ്സാണ് കേട്ടോ. അത് ഓരോരുത്തരുടെ കളറും ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷേ ഞങ്ങളിവിടെ വളരെ ലൈറ്റായിട്ടുള്ള കളേഴ്സാണ് ഉപയോഗിച്ചത്. എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് പറയാനുള്ളത് വെച്ചാൽ, ഞാൻ ലിജോ ബായിനെയും ഇതുവരെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു കോമൺലി ഒരു അഡ്വൈസ് നൽകി. അതായത് സാധാരണഗതിയിൽ ഈ ബഡ്ജറ്റ് എല്ലാ വീട് വെക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. എനിക്കും ആ ഒരു പ്രശ്നം ഉണ്ടായി കേട്ടോ, ഇല്ല എന്നല്ല. ആ ഒരു സമയത്ത് ലാസ്റ്റ് ആകുമ്പോൾ നമ്മളത് എന്നാൽ പെയിൻറ്റിൽ തന്നെ നമുക്കൊരു ബഡ്ജറ്റ് കുറയ്ക്കാമെന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി കുറഞ്ഞതോ അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞോ, ക്വാളിറ്റി അല്ല പ്രൈസ് കുറഞ്ഞതോ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യും, അത് ഏത് ബ്രാൻഡും ആയിക്കോട്ടെ. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയിൻറ്റിന് പ്രൈസ് വ്യത്യാസം വന്നേക്കാം, പക്ഷേ ലേബർ ഒരിക്കലും അവിടെ മാറുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ഇപ്പം ഈ ഞാനന്ന് ലിജോനോട് പറഞ്ഞു, ലിജോ അങ്ങനെ നമുക്ക് വേണ്ട, ചെയ്യുമ്പോൾ എന്തായാലും ഒരു വട്ടമല്ലേ ചെയ്യുന്നത്, മര്യാദയ്ക്ക് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. കുറച്ചൊരു കൂടിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് ലിജോ എനിക്ക് സജസ്റ്റ് ചെയ്തത്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് കവറേജ് കുറച്ച് കൂടുതൽ കിട്ടി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം. അത് മാത്രമല്ലേ, നമ്മുടെ നാട്ടിൽ നിന്നുള്ള സംരംഭം കൂടെയല്ലേ കേരള പെയിൻറ്റ്സ്. ഞാനൊരു എക്സ്പീരിയൻസ് പറയാട്ടാ. ഞാനിവിടെ കുറച്ച് ഫോട്ടോ ഫ്രെയിമിങ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വേറെ ഡീറ്റെയിൽ ഞാൻ വീഡിയോ പറയാം. എങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഒരു സാധനം ഇത് ഞാൻ ആക്ച്വലി ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് കമറും അതുപോലെ തന്നെ സയ്യിദ് മുസമ്മിൽ തങ്ങളും റമീസ് രാജയെ കൂടെ ഞങ്ങൾ ഇറാനിൽ പോയ സമയത്ത്
ഒരാൾ ഇരുന്ന് വരയ്ക്കുന്ന ഒരു പടമായിരുന്നു. ഇതുണ്ട് വരയ്ക്കുന്ന പടം. ഞാൻ എന്താ ചോദിച്ചാൽ വാൾ ഫ്രെയിംസ് എന്ന് പറഞ്ഞ എറണാകുളത്ത് ഒരു സ്ഥാപനമുണ്ട്. അവിടെ കൊടുത്ത് ഞാൻ എൻ്റെ ഫോട്ടോ ക്യാൻവാസിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും ഈ ടൈപ്പ് ഓഫ് ഒരു സാധനങ്ങൾ വെക്കുമ്പോഴല്ലോ കുറേ എലമെൻറ്റ്സ് അല്ല എപ്പോഴും ഒരു ഭംഗി വീടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇതുമായിട്ട് ഇത് ഭയങ്കര ബ്ലെൻഡിങ്ങാണ് ഈ ഒരു കളർ. നമ്മളെപ്പോഴും ഈ വീടിൻ്റെ സമയത്ത് എപ്പോഴും നമ്മൾ തിങ്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ എങ്ങനെ നമുക്കിതിനെ ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ബഡ്ജറ്റ് ലാഭിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതിൻ്റെ അടുത്ത് മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മൾ ഒരു വീട് ഒരു പെയിൻറ്റർക്ക് കൊടുക്കുന്നു. ആ പെയിൻറ്ററാണ് അതിൻ്റെ ചിലപ്പോൾ മെഷർമെൻറ്റ് പറയുക. അപ്പോൾ ആ മെഷർമെൻറ്റ് ചിലപ്പോൾ പറയും ഒരു 150 ലിറ്റർ 100 ലിറ്റർ എന്നൊക്കെ പറയാൻ സാധ്യത. പക്ഷേ ഇപ്പോഴും നമ്മൾ അതിൽ നിന്ന് കുറച്ചൊരു ലിറ്റർ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. കാരണം ഇതിൻ്റെ വാർഡ്രോപ്പിൻ്റെ ഏരിയ ചിലപ്പോൾ ജനലിൻ്റെ ഏരിയ ചിലപ്പോൾ ഒരു കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. വൺസ് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് റീപ്ലേസ് ചെയ്യാനും സാധിക്കില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. അവിടെയൊക്കെ നമുക്ക് ബഡ്ജറ്റ് സേവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിതിൻ്റെ ടോട്ടൽ ലിജോനോട് സംസാരിച്ചപ്പോൾ ലിജോ പറഞ്ഞു അത്രയൊന്നും ആവശ്യമില്ല, കുറച്ച് എടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് പർച്ചേസ് ചെയ്യാതെ കുറേശ്ശെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബഡ്ജറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിലൊരു ലാഭം ഉണ്ടാവും. പെയിൻ്റ് എന്ന് മാത്രമല്ല ഓരോ പ്രൊഡക്റ്റിലും വരുമ്പോൾ ഓരോ ഏരിയയിലേക്കും എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുണ്ട് കേട്ടോ. ഞാൻ ഉദാഹരണത്തിന് ബാത്റൂമിൻ്റെ കേസ് സംസാരിച്ചപ്പോൾ അവർ നമുക്ക് നൽകിയൊരു അഡ്വൈസ് വെച്ചാൽ ടച്ച് സീൽ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്സ് ഉണ്ട്. ആ പ്രോഡക്ട്സ് ഇപ്പോൾ നോർമലി കുറേ നാളുമ്പോൾ പെയിൻ്റൊക്കെ പീൽ ചെയ്ത് പോരുന്ന പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ആ പീലിംഗ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കിച്ചണിലൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ കിച്ചണിൽ നമ്മൾ കബോർഡ്സിൻ്റെ ഉള്ളിൽ എന്ത് പെയിൻറ്റ്സ് ആണ് പോകണമെന്ന് ആരെ കാണാൻ പോകുന്നത്. നമ്മൾ നോർമലി കിച്ചൺ സ്ക്വയർ ഫീറ്റ് എടുക്കുമ്പോൾ മൊത്തം ഇത് എടുക്കും, എന്നിട്ട് നമ്മൾ പെയിൻറ്റ് എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ചെയ്തത് ആക്ച്വലി ഇതിൻ്റെ ബാക്കിലുള്ള ഒരു പ്രൈമറാണ് വെച്ച് തന്നിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചൺ പ്ലസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. കിച്ചൺ പ്ലസ് എന്ന് പറഞ്ഞാൽ നോർമലി കിച്ചണിൽ എപ്പോഴും ഒരു റഷ് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കറീസിൻ്റെ ഇപ്പോൾ മഞ്ഞളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പോലും ക്ലീൻ ചെയ്യാൻ പറ്റും എന്നതുകൊണ്ട് ആ ഒരു പ്രോഡക്റ്റാണ് ഞാൻ ആക്ച്വലി എടുത്തിരിക്കുന്നത്. ഒരു വീട് വെക്കുക, അതിൽ താമസിക്കുക എന്നുള്ളത് എല്ലാ ആളുകളുടെയും ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് അതിൻ്റെ ബ്യൂട്ടി എലമെൻറ്റ്സിലേക്ക് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ സൈഡ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റ്സ് ആണ്, ഒരു സംശയമില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു സംരംഭമായിട്ടുള്ള കേരള പെയിൻറ്റ്സിനെയാണ് നമ്മൾ നമുക്ക് അഡ്വൈസും സപ്പോർട്ടും തരാം. താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ലിജോ ആൻഡ് ടീം. എന്തായാലും എനിക്കിതിൽ എൻ്റെ വീട് പെർഫെക്റ്റ്ലി ഞാനെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തു എന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ തന്നെ ചെയ്ത് കാരണം പവൻ്റെയും അഡ്വൈസാണ്. എനിക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റും. ആ മിസ്റ്റേക്കുകൾ ഞാൻ എന്തായാലും ഓരോ വീഡിയോ ആയിട്ട് വിടാം. ഇതാർക്കും പെടാതിരിക്കട്ടെ. പിന്നെ ഒരു വീഡിയോ വെക്കുന്ന ഒരു സഹോദരനെയോ സഹോദരിയെ സംബന്ധിച്ച് ഏതൊരു അഡ്വൈസും ഞാൻ കടന്നുപോയ ചില അവസ്ഥകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ സഹായിക്കാൻ ചേട്ടാ. നല്ല സന്തോഷം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.